ശോധനകൾ വരുമ്പോൾ, ഭാരങ്ങൾ പെരുകിടുമ്പോൾ, നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാതനല്ലോ നിന്റെ ഭാരമെല്ലാം ചുമന്നു. നിന്നെ കാത്തു സൂക്ഷിച്ചൊരു കാതനല്ലോ നിന്റെ ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 6-ാം സങ്കീർത്തനം 9-ാം വാക്യം. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു, യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും. യഹോവ എൻ്റെ അപേക്ഷ കേട്ടിരിക്കുന്നു എന്നുള്ളത് ദാവീദിൻ്റെ ജീവിതത്തിലെ കഴിഞ്ഞകാല അനുഭവമാണ്. യഹോവ എൻ്റെ പ്രാർത്ഥന കൈക്കൊള്ളും എന്നുള്ളത് കഴിഞ്ഞകാല അനുഭവത്തിൽ നിന്ന് ഉത്ഭവിച്ച ഉറപ്പും ആശയും അത്രേ. ഈ ഉറപ്പും ആശയും സങ്കീർത്തനക്കാരന് സൗഖ്യത്തിന് മുഖാന്തരമാകുന്നു. ഇന്നലകളിൽ നമ്മുടെ പ്രാർത്ഥന കേട്ട് നമുക്ക് ഉത്തരമരുളിയ ദൈവം ഇന്നും നമ്മുടെ പ്രാർത്ഥന കേട്ട് ഉത്തരം നൽകുവാൻ മതിയായവനെന്ന് നമുക്ക് വിശ്വസിക്കാം. പലപ്പോഴും പ്രാർത്ഥനയുടെ മറുപടിക്ക് താമസം നമ്മുടെ അവിശ്വാസമാണ്. ഇന്നലെ നമ്മുടെ പ്രാർത്ഥന കേട്ടതൊക്കെ നമുക്ക് ഓർമ്മയുണ്ടാകാം. എന്നാൽ ഇന്ന് പ്രാർത്ഥനയുടെ മറുപടി താമസിക്കുമ്പോൾ വിശ്വാസം തണുത്തുറഞ്ഞ് പോകുന്നില്ലയോ? പ്രിയ സ്നേഹിതരെ, ദാവീദിനെ പോലെ നമുക്കും ഉറച്ചു വിശ്വസിക്കാം. കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ദൈവം ഇന്നത്തെ പ്രതിസന്ധികളിൽ നടത്തുവാൻ മതിയായവരാണ്. പ്രാർത്ഥിക്കാം. കർത്താവേ, ഓരോ ദിവസവും വിശ്വാസത്തിൽ നിലനിൽക്കുവാനുള്ള കൃപ എനിക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.